ബ്രിട്ടന് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിലേക്കാണ്. ഡിയാഗോ ഗാർഷ്യ ദ്വീപ് വിട്ടുകൊടുക്കരുതെന്ന് ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ സൈനിക താവളമാണ് ഡിയാഗോ ഗാർഷ്യ. ഇറാനെതിരെ യുദ്ധമുണ്ടായേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദ്വീപ് കൈമാറുന്നത് പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പോലും അത് പ്രതികൂലമായി ബാധിക്കുമെന്നും ബ്രിട്ടന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ബ്രിട്ടന് നിർണായക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്ക. എന്താണ് ഈ ദ്വീപുമായി ബന്ധപ്പെട്ട പുതിയ തർക്കം? തീർച്ചയായും ഈ ദ്വീപുമായി ബന്ധപ്പെട്ട തർക്കം എന്ന് പറയുന്നത് ഈ ദ്വീപ് മൊറീഷ്യസിന് കൈമാറുന്നത് സംബന്ധിച്ച ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചത്. ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ വളരെ കൃത്യമായി പറഞ്ഞത് ബ്രിട്ടന്റെ കൈവശമിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിധിവരെ നിയന്ത്രണത്തിലിരിക്കുന്ന ഈ ദ്വീപിലാണ് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിശക്തമായ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഒരു സൈനിക താവളമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് കൈമാറ്റം ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ, അതായത് ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തും എന്നൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്, തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, രണ്ടാം ലോക മഹായുദ്ധ കാലത്തൊക്കെ ആണ് ഈ ഇത്തരത്തിൽ ദ്വീപ് ഏറ്റെടുക്കുകയും ആ ദ്വീപ് ഏറ്റെടുത്തതിന് ശേഷം അത് അമേരിക്കയ്ക്ക് കൈമാറുകയൊക്കെ ചെയ്ത ഒരു സഖ്യകക്ഷിയുടെ ഭാഗമായി കൈമാറുകയൊക്കെ ചെയ്ത ചരിത്രവുമുണ്ട്. ആ ദ്വീപ് തിരിച്ച് നൽകുകയാണെങ്കിൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത വരെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇരു രാജ്യങ്ങളും, അതായത് ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകരുമെന്ന ഒരു നിലപാടും അറിയിക്കുന്നുണ്ട്. മറ്റൊരു ലീസിംഗ് മെത്തേഡിലാണ് ആ പ്രദേശത്ത് തന്നെ ദ്വീപ സമൂഹങ്ങളെ മുഴുവനായി ലീസ് ചെയ്യുന്നതിനൊക്കെ ഉള്ളൊരു നീക്കമാണ് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് ആ ഒരു നിലപാടുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ മുന്നോട്ട് പോകരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് കർശനമായ ഭാഷയിൽ തന്നെ അദ്ദേഹം സമൂഹ മാധ്യമ കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ ഡിയാഗോ ഗാർഷ്യയെ പറ്റി വലിയൊരു പോര് തന്നെ പ്രതീക്ഷിക്കാമോ? എങ്ങനെയാകും ബ്രിട്ടൻ ഈ അമേരിക്കയുടെ ഭീഷണിയെ നോക്കിക്കാണുക? ഇറാനെ വിരട്ടിയാൽ വഴങ്ങും, പക്ഷേ ബ്രിട്ടനെ വിരട്ടിയാൽ ബ്രിട്ടൻ അങ്ങനെ അമേരിക്ക വരച്ച വരിയിൽ ബ്രിട്ടൻ നിൽക്കാൻ സാധ്യതയുണ്ടോ? ഐസൻ, എന്താണ് നിരീക്ഷണം? തീർച്ചയായും അമേരിക്കയുമായ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ബ്രിട്ടൻ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാവുന്നതാണ്, എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, സഖ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി രണ്ട് രാജ്യങ്ങളും ശക്തമായ രീതിയിൽ ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ അപ്പോൾ തന്നെ തുടരുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനും അമേരിക്കയും തെറ്റാനുള്ള സാധ്യതയോ അകലാനുള്ള സാധ്യതയോ ഇല്ല. പക്ഷേ ഈ നിലവിൽ ഈ ഡിയാഗോ ഗാർഷ്യ ദ്വീപുമായി ബന്ധപ്പെട്ട് ഡിയാഗോ ഗാർഷ്യ ദ്വീപിലെ സൈനിക സംവിധാനങ്ങളുണ്ട്, അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അക്കാര്യത്തിൽ ഇരുവരും ഒരു നല്ലൊരു ധാരണയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടത്. ഇത് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നറിയിപ്പ് ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ മുന്നറിയിപ്പ് നേരത്തെയും അതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിലും ഇതുപോലൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ ചില മുന്നറിയിപ്പുകൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ബ്രിട്ടനെ രണ്ടാമത്തെ തവണയായി ഇപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതൊരു വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. എങ്കിലും ഡിയാഗോ ഗാർഷ്യ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏഷ്യ വൻകരയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാവുന്ന രീതിയിൽ അമേരിക്ക സ്ഥാപിച്ചിരിക്കുന്ന വിവാദങ്ങളേറെയുണ്ട്, പ്രതിഷേധങ്ങളേറെയുണ്ട്. എങ്കിൽ കൂടി ആ ദ്വീപ് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആ ഡിയാഗോ ഗാർഷ്യ ദ്വീപ് കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള അമേരിക്കയുമായ ഒരു തർക്കത്തിന് ബ്രിട്ടൻ മുതിരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്.